നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ടീച്ചറും ഞാനും ഒരു സെഷനിൽ വരുന്നത്. ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നമ്മുടെ ചൊറിയാതെ വയ്യ എന്നുള്ളത് സ്റ്റോപ്പ് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് വൈകാതെ തന്നെ നമ്മളത് വീണ്ടും ആ ഒരു രൂപത്തിലേക്ക് മാറും എന്നുള്ളത് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. കാരണം മറ്റൊന്നുകൊണ്ടുമല്ല, കാരണം ഒരുപാട് കള്ള കേസുകൾ ഞങ്ങൾക്കെതിരെ വരുന്നു. അത് കൃത്യമായിട്ടും ചൊറിയേണ്ടിടത്ത് കൊണ്ടു അവിടെ കൃത്യമായിട്ട് ചൊറി വന്നത് കൊണ്ട് തന്നെ ഒട്ടേറെ കള്ള കേസുകൾ വരുമ്പോൾ നമ്മൾക്കത് ഒരു വ്യക്തികൾക്കോ അല്ല രണ്ട് വ്യക്തികൾക്കൊക്കെ അത് ഫേസ് ചെയ്യുന്ന ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പല സമയത്തും നമ്മൾക്ക് വരുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മാന്യ പ്രേക്ഷകരോട് തന്നെ ഷെയർ ചെയ്യാറുണ്ട്. അത്തരത്തിലൊരു വലിയ വിഷയം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ലൈവ് സെഷൻ വെച്ചിട്ടുള്ളത്. കാരണം ടീച്ചർക്കും എനിക്കും വ്യക്തിപരമായിട്ട് അറിയുന്ന നമ്മുടെ ഒരു സഹോദരൻ, ആ സഹോദരനെ ഈ ഇവിടെ നിരോധിക്കപ്പെട്ട PFI ഭീകരന്മാരും SDPI ഭീകരന്മാരും ചേർന്നുകൊണ്ട് ഒരു കള്ളക്കേസിൽ കുരുക്കുന്നു. ആ കള്ളക്കേസിൽ കുരുക്കിയ ആ യുവാവിനെ മറ്റാരും രക്ഷയില്ലാതെ, ഭാര്യയും ഒരു കുഞ്ഞുമടക്കമുള്ള ഒരു ചെറിയ കുടുംബം, ആ കുടുംബത്തിലെ ഏക അത്താണിയായിട്ടുള്ള നമ്മുടെ സഹോദരൻ, ആ സഹോദരനെ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയായിട്ട് ഒരുപാട് ആളുകളെ കാണുകയും അതിനു വേണ്ടിയിട്ട് എല്ലാ വീഡിയോയ്ക്ക് മുൻപിലും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തുമൊക്കെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അപ്പോൾ ആ കേസിന്റെ മെറിറ്റിലേക്ക് നമ്മൾക്ക് അത് വെളിപ്പെടുത്താൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ വ്യക്തി ആരെന്നും എന്നാണ് കേസെന്നും ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പിറകെ വരുന്ന ഒരുപാട് ഭവിഷ്യത്തുകൾ വേറെയുണ്ട്. അപ്പോൾ സത്യത്തിൽ ഞാൻ ടീച്ചറോട് ഈ കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ ഒരുപാട് മുൻപേ ചിന്തിച്ചിരുന്ന ഒരു വസ്തുതയുണ്ട്. അതായത് ഇത് നിയമാനുസൃതമായിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ആളുകൾ, അത്തരത്തിൽ കേസുകളായാലും വീടില്ലാത്തവർക്ക് വീടായാലും അത്തരത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഈ നാട്ടിൽ എന്ന് നമുക്കറിയാം. അതിന് മതേതരം എന്ന പേര് വിളിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന പേക്കൂത്തുകളൊക്കെ നമ്മൾക്കറിയാം. അത്തരത്തിൽ ഒരുപാട് വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു കൈത്താങ്ങായി മാറാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം കൊടുക്കുകയാണ്. അതിന്റെ വെട്ടം എന്ന പേരാണ് ഇപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള, ടീച്ചർ സജസ്റ്റ് ചെയ്ത പേരാണ്. അപ്പൊ ആ പേരിൽ തന്നെ നമ്മൾ ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതിനു മുമ്പ് ഇപ്പോൾ നമ്മുടെ ഒരു സംഘ സഹോദരന്റെ അദ്ദേഹത്തെ സഹായിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കാൻ നമ്മൾ ഈ വെട്ടം ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കാത്തത് കൊണ്ട് ഇപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ടൊരു നിയമസഹായ വേദി എന്നുള്ള നിലയ്ക്ക് വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് തരുന്നത്. അതുകൊണ്ട് സഹായിക്കാൻ പറ്റുന്ന ആളുകൾ പൂർണ്ണമായിട്ടും ഇതിൽ UPI ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് 2 നമ്പറുകൾ കൊടുക്കുന്നുണ്ട്. ഈ 2 നമ്പറുകൾ ഉപയോഗിക്കാം. പിന്നെ ഇനി ചിലർക്കൊക്കെ UPI ട്രാൻസാക്ഷൻ വിദേശത്തായാലും മറ്റുള്ളവർക്കൊന്നും ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. അത്തരക്കാർക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. അക്കൗണ്ട് ഡീറ്റെയിൽസോടെ ചുവടെ വീണ്ടും കൊടുക്കുന്നുണ്ട്. ഇതിൽ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. കാരണം നമ്മൾ ഇതിന്റെ ഒരു ലീഗൽ ഫോർമിലേക്ക് നമ്മൾ മാറിയിട്ടില്ല. ഇതിന്റെ പ്രാരംഭ നടപടികളെ നമ്മൾ വെട്ടം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രാരംഭ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി കൂടുതൽ കുറച്ച് വിവരങ്ങൾ ടീച്ചർ കൂടി പറയുന്നുണ്ട്. ടീച്ചർ എങ്ങനെയാണ് ടീച്ചർ ഈ ഒരു വിഷയത്തെ കാണുന്നത്? ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞങ്ങൾ രണ്ടുപേരെയും കുറെ കാലങ്ങൾക്ക് ശേഷമായിരിക്കും ഒരുമിച്ച് കാണുന്നത്. ചൊറിയാതെ വയ്യ എന്ന പ്രോഗ്രാമുമായിട്ട് ദിവസവും നമ്മൾ മുമ്പോട്ട് പോയിരുന്നു. ആ സാഹചര്യങ്ങളില് അതാത് ദിവസത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കുന്ന വിഷയങ്ങളായിരുന്നു നമ്മൾ ചർച്ചയ്ക്കെടുത്തിരുന്നത്. വിശിഷ്ട അതിഥികളെയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ആ വിഷയം കൃത്യമായിട്ട് അതിന്റെ നിലപാടുകൾ, യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് ചെകഞ്ഞെടുത്ത് തന്നെയാണ് മുന്നോട്ട് പോയത്. അതിനിടയ്ക്ക് ഒരുപാട് കേസുകൾ കൂമ്പാരമായി. നമ്മളെ മാനസികമായി തകർക്കണമെങ്കിൽ ആദ്യം നമ്മളെ ഫിനാൻഷ്യലി ബ്രേക്ക് ചെയ്യണം. കുടുംബപരമായിട്ട് നമ്മളെ ബ്രേക്ക് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഇമോഷണലി നമ്മളെ വീക്കാക്കിയാൽ മാത്രമേ നമ്മളെ പരാജയപ്പെടുത്താൻ സാധിക്കൂ. നേരിട്ട് ആശയപരമായി നമ്മളോട് മുട്ടിത്തൊളിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ഇണങ്ങിയാൽ നക്കിക്കൊല്ലാം, പിണങ്ങിയാൽ കുത്തിക്കൊല്ലാം എന്ന് പറയുന്നത് പോലെ, പിണങ്ങി കുത്തിക്കൊന്നാൽ ചാകണമെന്ന് നിർബന്ധമില്ല, ഇണങ്ങി കുത്തിക്കൊന്നാൽ ചാകും ഉറപ്പായിട്ടും. ആ രൂപത്തിലുള്ള ഒരു നിലപാടാണ് ശത്രുക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒരുപാട് കേസുകളുണ്ട്. നമ്മൾ പല സാഹചര്യങ്ങളിലും യാഥാർത്ഥ്യങ്ങളുമായി കൂട്ടിമുട്ടുമ്പോഴാണ് ഒരു സഹായം, ഏതെങ്കിലും ഒരു കരം നമുക്ക് വേണ്ടിയിരുന്നു എന്ന് തോന്നുന്നത്. അങ്ങനെയാണ് നമുക്കൊരു സംഘടിതമായ രൂപം വേണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മുടെ തന്നെ ഒരു സുഹൃത്ത് ഒരു കേസിൽ അകപ്പെടും. മനസ്സാ വാച പയ്യൻ അറിയാത്ത ഒരു കേസ്. ഒരു കുടുംബത്തിലെ എല്ലാ ആളുകളും ആ പയ്യന്റെ കൂലിപ്പണിക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് കഴിഞ്ഞു പോകുന്നു. അതിനെ ആശ്രയിച്ചിരിക്കുന്നു. ആ സാഹചര്യത്തിൽ കേസുകൾ വരുന്നു, ഒരിടത്തല്ല പലയിടത്ത്. ഇങ്ങനെ വക്കീലന്മാരുടെ ഫീസ്, യാത്ര, ഒരു ദിവസം പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ പയ്യനെ സഹായിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. പക്ഷേ ഒരു പരിധി വരെ അത് വിജയിച്ചെങ്കിൽ പോലും ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നതുപോലെ നമ്മൾ ഒരുമിച്ച് നിന്നാലാണ് ഇതിന് എന്തെങ്കിലും രൂപത്തിൽ
ഒരു ഒത്തുതീർപ്പാകൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കാൻ തീരുമാനിച്ചത്. അപ്പോ നമുക്ക് അതിനകത്ത് നാരാന്റെ പൈസ എടുത്ത് തിന്നേണ്ട കാര്യമില്ല. ഞങ്ങൾ അധ്വാനിച്ച് തിന്നുന്ന ആളുകളാണ്. ഒരുപാട് പേര് ഇപ്പോ ഇന്ന് കണ്ണൂരിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിക്കുവാണ്. അയാളുടെ മോള് ഒരു കോഴിക്കടക്കാരനുമായിട്ട് കമ്പനിയായി. ആ പെൺകുട്ടി MBBS ഫൈനൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ്, ഒരു മെഡിക്കൽ കോളേജിൽ. ഒരു രക്ഷയുമില്ല, പിന്മാറ്റി. അപ്പൊ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഒരു ദിവസം ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ, നമ്മുടെ ലൈവുകള്, നമ്മുടെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ബ്രേക്ക് ആവുന്നു. അപ്പൊ ഇങ്ങനെ തകർന്നു നിൽക്കുന്ന ഇവരോട് നമുക്ക് വണ്ടിക്കുള്ളിക്ക് പൈസ ചോദിക്കാൻ പറ്റില്ല, വക്കീലിന് കൊടുക്കാനുള്ള പൈസ ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് പലപ്പോഴും ഇതുപോലെയുള്ള വിഷയങ്ങളിൽ നമ്മൾ ഇടപെടാറ്. ഒരു സംഘടിതമായ ഒരു രൂപമുണ്ടെങ്കിൽ വളരെ നല്ലതാണ് എന്ന് തോന്നി. അപ്പോ അങ്ങനെയാണ് നമ്മുടെ ഈ സുഹൃത്തിനെയും സഹായിക്കാം, ഇതുപോലെയുള്ള നിരവധി ആളുകളെ സഹായിക്കാം. മുമ്പ് പാലോടുള്ള നമ്മുടെ ഒരു സുഹൃത്ത്, എന്തായിരുന്നു ബൈജു ആളിന്റെ പേര്, മറ്റേ എള്ളു കുടിയുന്ന, അത് കരുനാഗപ്പള്ളിയുള്ള അനു എന്ന് പറയുന്നത്. അനു. അയാൾക്ക് ഒരു രക്ഷയുമില്ല. നമ്മൾ എന്തായിരുന്നാലും വീഡിയോ ചെയ്തു. അയാൾ ഉദ്ദേശിക്കുന്ന അത്ര പൈസ നിങ്ങൾ എല്ലാവരും കൂടെ തന്നെ അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടു. പിന്നീട് ഒരുമിച്ചിരുന്ന് ആ പൈസ അയാൾക്ക് കൊടുത്ത ആളുകൾക്ക് നന്ദി പറയാൻ പോലും പറ്റാത്ത രൂപത്തില് ഞങ്ങളെ കെട്ടുപാടിട്ട് മുറുക്കുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് പിന്നീട് ആ വീഡിയോ ചെയ്യാനോ ഒരുമിച്ചിരുന്നൊരു ലൈവ് ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോ ഇങ്ങനെ ഒഴുക്കിന് അനുകൂലമായി പോകാതെ ഒഴുക്കിനെതിരെ നീന്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ദേശീയതയ്ക്കൊപ്പം നിൽക്കുമ്പോൾ വരുന്ന ഏത് രൂപത്തിലുള്ള പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ജനാധിപത്യ വിശ്വാസികളായ ആളുകൾ ഒപ്പമുണ്ട് എന്ന വിശ്വാസത്തില് നമ്മൾ കൂട്ടം എന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റുമായി രൂപീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനകത്ത് 1 ലക്ഷം സ്ഥിരം മെമ്പർമാരെയാണ് ഉദ്ദേശിക്കുന്നത്. 1 ലക്ഷം ആളുകള് എല്ലാ മാസവും 100 രൂപ വീതം നിക്ഷേപിച്ചാൽ ഈ പ്രയാസം നിഷ്പ്രയാസം നമുക്ക് പരിഹരിക്കാൻ പറ്റും. അനേകം ആളുകളുടെ വീടുകളിൽ നമുക്ക് സഹായം എത്തിക്കാൻ പറ്റും. ഓരോരുത്തർക്കും ചെറിയ രൂപത്തിൽ ഒരു കൂരകൾ പോകും. ചികിത്സയില്ലാത്തവർക്ക് ചികിത്സാ സഹായം ലഭിക്കും. രോഗികളായിരിക്കുന്ന ആളുകൾക്ക് ആശ്വാസം കിട്ടും. അങ്ങനെ ഒരുപാട്, പ്രത്യേകിച്ച് ഇതുപോലെ നിയമത്തിന്റെ പഴുതുകളിൽ കൊടുക്കുന്ന ആളുകൾക്ക് സഹായം കിട്ടും. മുമ്പ് ഞങ്ങളുടെ ഒരു യുക്തിവാദി സുഹൃത്താണ് ജാഫർ. അവനൊരു കേസ് വന്നു. ആ പാവത്തിന്റെ ഫോണ് വരെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. ആര് സഹായിക്കും? ആരും സഹായിക്കില്ല. ഇപ്പോ മുമ്പ് ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഒരു അപകടത്തിൽപ്പെട്ട് സെറിബ്രൽ ഹെമറേജ് സംഭവിച്ചു. തലച്ചോറിലെ രക്തം പൊട്ടി. ഞാനൊരു വീഡിയോ ചെയ്തു. അയാൾ തികഞ്ഞ മതവിശ്വാസിയാണ്. എന്നിട്ട് പോലും ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റ്സിൽ 90% നെഗറ്റീവായി. എന്നിട്ട് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂടി ചേർന്ന് അയാളെ സഹായിച്ചു. അയാൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ പണം അയാൾക്ക് വന്നു. ദയാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോ ഈ കമന്റ് ഇട്ട ആളുകളൊക്കെ വിശ്വാസികളാണ്. ഇവരെ സഹായിച്ച ആളുകളൊക്കെ സംഘികളാ, ചാണക സംഘികളാണ്. ഈ പൈസ വാങ്ങിച്ചതിന് ശേഷം ഈ സഹായം കിട്ടിയ ആള് പറഞ്ഞത് വല്ലാതെ വേദനിച്ചു നമുക്ക്. കാരണം ഇത് BJP-ക്കാരുടെ സഹായമല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, BJP-ക്കാര് നിങ്ങൾക്ക് തന്ന സഹായം നിങ്ങൾ തിരിച്ചു കൊണ്ടാ. നമ്മൾ എത്രയോ അർഹരായ ആളുകൾക്ക് കൊടുക്കാം. ഈ നന്ദിയില്ലാത്ത ടീമിനെ സഹായിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അയാൾ ഒരു വിശ്വാസി ആയിട്ട് പോലും പറഞ്ഞത് ഞാനായിപ്പോയി, ബൈജു ആയിപ്പോയി, സിജോ ആയിപ്പോയി, ക്രൈം നന്ദകുമാർ ആയിപ്പോയി. നമ്മളൊക്കെയാണ് ആ വീഡിയോ ചെയ്തിരുന്നത്. ആ വ്യക്തികളെ നോക്കി വിഷയങ്ങളെ വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ശരി, ഇവരെ ആരെയും സമീപിക്കാൻ തീരുമാനിച്ചിട്ടുമില്ല, അത് വേറെ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു സംഘമായി നിന്ന്, സംഘടിതമായി നിന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ എന്തെങ്കിലും ചെറിയ രൂപത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരുപാട് ആളുകൾക്ക് ഇന്ന് ജീവിച്ചു പോകാൻ ഒരു സഹായമാകുമെന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് കൂട്ടം ചാരിറ്റബിൾ ട്രസ്റ്റില് സ്ഥിര മെമ്പർ ആകാൻ ആദ്യത്തെ 1 ലക്ഷം ആളുകൾക്ക് മാത്രമേ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളൂ. അതിനപ്പുറം എത്ര രൂപ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, സഹായിക്കാം. തികച്ചും ഇത് ട്രാൻസ്പെറന്റ് ആയിരിക്കും. എത്രയാണ് ഇതിനകത്ത് പൈസ ഉള്ളത്, എത്രയാണ് വരുന്നത് പോകുന്നത്, എല്ലാ കാര്യങ്ങളും കൃത്യമായി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന സുതാര്യമായ ഒരു മാർഗത്തിലൂടെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യത്തെ 1 ലക്ഷം ആളുകൾക്കാണ് സ്ഥിര അംഗത്വം കൊടുക്കുന്നത്. അവരാണ് എല്ലാ മാസവും 100 രൂപ അതിനകത്തേക്ക് നിക്ഷേപിക്കേണ്ടത്.
അതുവഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒരുപാട് പേർക്ക് തൊഴിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഭക്ഷണം, മരുന്ന്, പാർപ്പിടം, വീൽ ചെയറിന് വേണ്ടി പോലും കഴിഞ്ഞ ദിവസം എന്നെ ഒരാള് സമീപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേർക്ക് എന്തെങ്കിലും തരത്തില് ഒരു സഹായം ചെയ്യാൻ സാധിക്കുമെങ്കിൽ എല്ലാ സുഹൃത്തുക്കളും ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാൻ. കൂട്ടം ചാരിറ്റബിൾ ട്രസ്റ്റിലും ഞങ്ങള് താല്പര്യമുള്ള രണ്ട് പേരായിരുന്നു നമ്മള് സജസ്റ്റ് ചെയ്തിരുന്നത്. ഒന്ന് വെട്ടവും ഒന്ന് കൂട്ടും. അപ്പൊ ടീച്ചർ കൂട്ടം എന്ന് തന്നെ പറയുന്നുണ്ട്. ഒന്നുകൂടെ ബെറ്റർ വെട്ടമാണ് എന്ന് തോന്നുന്നു എന്ന് ഞങ്ങൾ സജസ്റ്റ് ചെയ്തിരുന്നു. എന്തായാലും നമ്മള് നാളെ മുതൽ അതിന്റെ ഫോർമൽ രൂപത്തിലേക്ക് മാറുകയാണ്. വെട്ടമായാലും കൂട്ടമായാലും പേരിനേക്കാൾ ഉപരി നമ്മുടെ ആക്ടിവിറ്റീസ് ആണ് പ്രധാനം. അപ്പൊ ടീച്ചർ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ ഒരു ലൈവ് സെഷൻ നമ്മൾ ഇതിനു വേണ്ടി മാത്രം വന്നിട്ടുള്ളൊരു സെഷനാണ്. കാരണം നമ്മുടെ ഒരു കൂട്ടമായിട്ട് നീങ്ങാൻ വേണ്ടിയിട്ടുള്ള വെട്ടം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആ ഒരു അനൗൺസ്മെന്റ് മാത്രം, പിന്നെ അതോടൊപ്പം നമ്മുടെ സംഘ സഹോദരൻ അതല്ലെങ്കിൽ നമ്മുടെ സഹോദരനെ ഈ പറയുന്ന ഇസ്ലാമിക ഭീകരന്മാർ കുരുക്കിയിട്ടുള്ള ആ കേസിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധനസമാഹരണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് കൂടിയാണ്. അപ്പോ ആ സംഘ സഹോദരനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള UPI ട്രാൻസാക്ഷന്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അക്കൗണ്ട് ട്രാൻസാക്ഷൻ മാത്രം ചെയ്യുന്ന ആളുകളുണ്ട്. അക്കൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് അക്കൗണ്ട് ട്രാൻസാക്ഷന്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. എന്നിരുന്നാലും നമ്മൾക്ക് ഇത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു സഹോദരനെ സംരക്ഷിച്ചെടുക്കുക എന്നൊരു ഉത്തരവാദിത്വം സത്യത്തിൽ ഞാനത് വലിയ വേദനയോടെ തന്നെ ഏറ്റെടുക്കേണ്ടി വന്നു. നേരിട്ട് കണ്ട് സംസാരിച്ച് ഈ വിവരങ്ങളെല്ലാം അറിയുന്ന ടീച്ചർക്കും അത് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെഷനിൽ ഈ ഒരു വിവരം കൂടി നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പം മറ്റൊരു വലിയൊരു ഉദ്യമത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പൊ അതിന്റെ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുള്ള നാടാണ് നമ്മുടെ നാട്. ഒരാള് മരണാസന്നനായി കിടക്കുന്നെങ്കിൽ പോലും അത് ഒപ്പിയെടുത്ത് വീഡിയോ രൂപത്തിലാക്കി റേറ്റിംഗിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ് അധികവും. ഒരു മനുഷ്യൻ ഇങ്ങനെ മതതീവ്രവാദികൾ കുടുക്കിയിട്ടിരിക്കുന്നു, കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, കുടുംബം പട്ടിണിയാണ്. നമ്മളൊക്കെ ചെയ്യുന്ന സഹായത്തിന് ഒരുപാട് ലിമിറ്റുകളുണ്ട്. അപ്പോ എല്ലാവരും ഒരുമിച്ച് എന്തെങ്കിലും ആ മനുഷ്യനൊരു സഹായം ചെയ്താൽ ആ കുടുംബം അല്ലലില്ലാതെ പോകുമെന്ന് മാത്രമല്ല, ഈ മതതീവ്രവാദികളിൽ നിന്നും അതിനൊരു മോചനവും ലഭിക്കും. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഇടതനും വലതനും ഇത്രയും കാലവും ശ്രമിച്ചിട്ടുള്ളതെല്ലാം ഈ മുസ്ലിം തീവ്രവാദികളെ സുഖിപ്പിക്കുന്ന നയമാണ്. നമുക്കെതിരെ വരുന്നത് MP ആണ്, MLA ആണ്, മന്ത്രിമാരാണ്. നമുക്ക് വേണ്ടിയിട്ട് ആര് നിൽക്കും? എനിക്കിപ്പോ 3 കേസുമായിട്ട് പോയിരിക്കുന്നത്, ഒന്ന് MLA, ഒന്ന് MP, ഒന്ന് മന്ത്രി. അപ്പോ പ്രബലരായ ആളുകളെ ഇറക്കിയാണ് നമ്മളെ തടയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ സഹോദരന്റെ പേരും വിവരങ്ങളും ഒക്കെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ കണ്ട് സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും പറഞ്ഞു തരാം. അപ്പോ മുന്നോട്ട് പറയാൻ പറ്റാത്ത കാര്യം അയാളുടെ കേസിനെ അത് സാരമായി ബാധിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ മനുഷ്യൻ നമ്മളിൽ ഒരാളായി കണ്ട് കഴിയുന്ന സഹായം ചെയ്യണം. നമ്മൾ എത്രയോ ഭക്ഷണത്തിനു വേണ്ടി, വസ്ത്രത്തിനു വേണ്ടി, നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി എത്രയോ പണം നമ്മൾ ചെലവഴിക്കുന്നവരാണ്. പക്ഷെ ഈ പൈസ ആ മനുഷ്യന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 1 രൂപയാണെങ്കിലും ശരി, സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങാൻ ആ മനുഷ്യനോടെ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ വീഡിയോ ലൈവായിട്ട് ആളും കാണുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. കഴിയുന്ന സഹായം എല്ലാവരും ചെയ്യും. ഓക്കെ, വീണ്ടും ഞാനിവിടെ ആ ഒരു ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഇവിടെ വീണ്ടും കാണിക്കുന്നുണ്ട്. എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാൻ പറ്റും. ഇനി ഒന്ന് ഉപയോഗിച്ചിട്ട് മറ്റൊന്ന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് 2 എണ്ണം കൊടുത്തത്. കാരണം ചിലർക്കൊന്നും ഒരു നമ്പറിൽ കിട്ടുന്നില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി അക്കൗണ്ട് ട്രാൻസ്ഫർ ആണെങ്കിൽ ഈ അക്കൗണ്ട് ട്രാൻസ്ഫറിലേക്ക് ചെയ്യാൻ പറ്റും. കാരണം അത് കൃത്യമായിട്ട് നമ്മൾക്ക് ചെയ്യുന്നവരെല്ലാവരും ആ നമ്മുടെ ചാനൽ വാട്സപ്പ് നമ്പർ കൂടിയാണ് അതിൽ കൊടുത്തിരിക്കുന്ന ആ UPI ട്രാൻസാക്ഷൻ നമ്പർ. അപ്പൊ ചെയ്തതിന് ശേഷം ഒരു സ്ക്രീൻഷോട്ട് കൂടെ അയച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഉപകാരം. അല്ലെങ്കിൽ ഇവിടെ നമ്മളത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ടോട്ടൽ എത്ര രൂപ എന്നുള്ളത് മോണിറ്റർ ചെയ്തിട്ട് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ. മാത്രമല്ല നമ്മൾക്കറിയാം 34 കോടി നിമിഷങ്ങൾക്കുള്ളിൽ പിരിച്ച ഒരു നാടാണ് ഈ കേരളം എന്ന് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അത് 34 കോടിയുമല്ല, അതിനേക്കാൾ ഉപരി എത്ര 10-12 കോടി എക്സ്ട്രാ കിട്ടി എന്നുള്ള കണക്കുകളൊക്കെ പിന്നീട് വന്നു. പക്ഷെ ആരും ഇത് പരിശോധിക്കാനോ ഇത്രയുണ്ട് എന്ന് വെരിഫൈ ചെയ്യാനോ അതിനൊരു അവസരം ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ റഹീം എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി ഫണ്ട് പിരിച്ചതെന്ന് ഇന്നും സംശയത്തോടു കൂടി ചിന്തിക്കുന്ന
ജീവിക്കുന്ന ആളുകളുണ്ട്. നോക്കൂ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഒരു കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്ന, അതും ചലിക്കാൻ പോലും ശേഷിയില്ലാത്ത ഒരു കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊന്ന ഒരു കൊടും ക്രിമിനലാണ് ഈ പറയുന്ന റഹീം എന്നുള്ളവൻ. അവനെ വെളുപ്പിച്ചെടുത്ത് വെള്ളരിപ്രാവാക്കി മാറ്റിക്കൊണ്ട്, അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ ഏത് രീതിയിലാണ് നാമധാരി ഇസ്ലാമിക നാമധാരിയാണെങ്കിൽ അവനെ വെളുപ്പിച്ചെടുത്തുകൊണ്ട് അവനെ രക്ഷിച്ചെടുക്കാനുള്ള ഇസ്ലാമിക മതസ്ഥരുടെ അല്ലെങ്കിൽ പ്രത്യേക മതക്കാരുടെ ആ ഒരു ശ്രമമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ 34 കോടി നൽകാൻ വേണ്ടി ഇവിടത്തെ കാഫിർ എന്ന് വിധിക്കപ്പെട്ട നാമധാരികളായിട്ടുള്ള ഹിന്ദുവും ക്രിസ്ത്യാനിയും വരെ കൊടുത്തിരുന്നു എന്നുള്ളത് പച്ചയ്ക്ക് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മളിൽപ്പെട്ട ഒരു സഹോദരനെ ഇവിടുത്തെ ഇസ്ലാമിക ഭീകരന്മാർ കുരുക്കിയ ഒരു കള്ളക്കേസിൽ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു സഹായമായി അഭ്യർത്ഥിച്ച് മുന്നോട്ട് വരുന്നത്. അവിടെ നമ്മൾ ഈ റഹീമിന്റെ വിഷയം ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ടീച്ചർ അതിന്റെ കൺക്ലൂഷൻ? 60 കോടി രൂപയാണ് റഹീമിന് വേണ്ടി പിരിച്ചത് എന്നാണ് ഒരു ജനപ്രതിനിധി പറഞ്ഞത്. 60 കോടി രൂപ. എന്നിട്ട് ദാ വരുന്നു, ഇപ്പൊ വരുന്നു, പിന്നെ വരുന്നു, ദാ വന്നുകൊണ്ടിരിക്കുന്നു. റഹീം ഇപ്പോഴും പുകമറയാണ്. ഒടുവിൽ ഈ കമ്മിറ്റിക്കാരെ കുറിച്ച് തന്നെ, ഈ ചാരിറ്റബിൾ ട്രസ്റ്റുകാരെ കുറിച്ച് തന്നെ റഹീം ജയിലിൽ കിടന്ന് ഉപയോഗിച്ച പദം കള്ളന്മാർ എന്നായിരുന്നു. സ്വന്തം മാതാവ് പോലും കാണാൻ പോയിട്ട് കള്ളന്മാരുടെ കൂടെ വന്നതുകൊണ്ട് എനിക്ക് കാണാൻ താല്പര്യമില്ല എന്നാ പറയും. അതായത് അവർക്കിടയിൽ ഒരു സംഘടിതമായ രൂപമുണ്ട്. റഹീം അടിച്ചുകൊന്ന അനസ് എന്ന് പറയുന്ന യുവാവ് 15കാരൻ വിശ്വാസിയായിരുന്നു. കാരണം ഞമ്മന്റെ ആളാണ്, അവനൊരു മുസ്ലിം നാമധാരിയാണ്, അവനെ രക്ഷപ്പെടുത്തേണ്ടുന്ന ബാധ്യത നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കി അവർ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് നിമിഷങ്ങൾ കൊണ്ട് കോടികൾ കിട്ടുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന ആളുകൾ ഈ വിഷയത്തിൽ ഒരുമിച്ച് നിന്നാൽ ആ യുവാവും രക്ഷപ്പെടും. നമ്മൾ ഈ പറഞ്ഞ യുവാവും രക്ഷപ്പെടും. അതുകൊണ്ട് നമ്മൾ ഏതൊരു കാര്യത്തെയും വിമർശന ബുദ്ധിയോടുകൂടി കാണുന്നതെങ്കിൽ വിമർശനങ്ങൾ മാത്രമേ കാണാൻ സാധിക്കൂ. ഇനി ഇതിലും ഒരുപാട് വിമർശനങ്ങൾ വരും, പ്രശ്നമില്ല. അതൊക്കെ സ്വീകരിക്കാൻ തയ്യാറായി തന്നെയാണ് ഈ മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചത്. മുമ്പ് ഒരു ബൈക്ക് വിൽക്കാൻ ശ്രമിച്ചപ്പോ എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു പൊറോട്ട കിട്ടുകാരുണ്ടാക്കിയതെന്ന് നമുക്കറിയാം. ഒടുവിൽ 12 വീലുള്ള വണ്ടി വിൽക്കാനും 5 ലക്ഷം രൂപയ്ക്ക് ചാനൽ വിൽക്കാനും ശ്രമിച്ച മനാഫിന് വൻ സ്വീകരണം. മനാഫിന് ഒരു കുഴപ്പമില്ല. ഇന്ന് മനാഫ് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഞാൻ ഉംറയ്ക്ക് വരികയാണ് സൗദിയില്, എന്നെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെട്ടോളാൻ. അതായത് യൂട്യൂബ് ഹാജിക്കും അതുപോലെ യൂട്യൂബിലെ ഉംറക്കാർക്കുമൊക്കെ വലിയ രൂപത്തിൽ സ്വീകരണം നൽകുന്ന നാട്ടില് നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം വിൽക്കാൻ ശ്രമിച്ച് നമ്മുടെ കാര്യം സാധിക്കാൻ ശ്രമിച്ചാൽ പോലും ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകും. അമ്മയെ തല്ലിയാലും 2 പക്ഷമുള്ള നാടാണ്. അതുകൊണ്ട് ഈ യുവാവിന് നിയമസഹായവും അതല്ല നിങ്ങളാൽ കഴിയുന്ന എന്ത് സഹായവും നൽകാൻ നിങ്ങൾ സന്നദ്ധരായി വരണം എന്ന് മാത്രമാണ് ഈ വേളയിൽ നിങ്ങളോട് പറയാനുള്ളത്. ടീച്ചറെ, ലോറി ഉടമ മനാഫിന് ശേഷം പുതിയൊരു കഥാപാത്രം വന്നിട്ടുണ്ട്. നമ്മുടെ മെഡിക്കൽ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ട ഒരു ആക്സിഡന്റ് ഉണ്ടല്ലോ, ആ ആക്സിഡന്റിന്റെ കാറിന്റെ ഉടമയുടെ പേര് ഷമീൽ ഖാൻ ആണ്. ഇനിയിപ്പോ ഈ ഷമീൽ ഖാന് വേണ്ടിയിട്ടുള്ള ഒരു കരച്ചിൽ കാണാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. കാരണം അയാൾക്ക് ഇങ്ങനെ റെന്റേ കാർ കൊടുക്കാനുള്ള ആ ഒരു പെർമിഷൻ ഇല്ല, മറ്റൊട്ടേറെ കാരണങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷൂർ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. ആ കുട്ടികൾക്ക് പോലും ഇൻഷൂർ കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരിക്കും എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഈ ഷമീൽ ഖാനെ വിളിപ്പിക്കാനും ഇനി കേരളത്തിൽ പുതിയൊരു വിഭാഗം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഈ ഒരു ലൈവ് വീഡിയോ ഇതോടുകൂടി ഇവിടെ കൺക്ലൂഷൻ നടത്തുകയാണ്. അപ്പോൾ ഒന്നുകൂടി അവസാനമായിട്ട് ഇതിലേക്ക് UPI ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഈ 2 നമ്പറുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ അക്കൗണ്ട് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് അക്കൗണ്ട് ട്രാൻസാക്ഷനുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ഈ വിവരങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് ആയിട്ട് തന്നെ. കാരണം പലർക്കും വീഡിയോയിൽ നോക്കിയിട്ട് ചിലപ്പോൾ അത് എൻറ്റർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ ടീച്ചറുടെ ചാനൽ ഈ വീഡിയോയുടെ ലൈവിന്റെ താഴെയും ഈ ന്യൂസ് കഫേയുടെ താഴെയും ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്ന അത് നോക്കിയിട്ട് മാക്സിമം ആളുകൾ നമ്മുടെ സഹോദരനെ രക്ഷിക്കാൻ സഹായിക്കണമെന്ന് വലിയൊരു അഭ്യർത്ഥനയാണ്. നമ്മൾ വീണ്ടും ചൊറിയാതെ വയ്യ എന്നുള്ളത് അടുത്ത ദിവസം തന്നെ അത് പുനരാരംഭിക്കുമെന്നുള്ള ഒരു വാക്കോടുകൂടി നമ്മുടെ വെട്ടം ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു എന്നുള്ള സന്തോഷ വാർത്ത കൂടി പറയുകയാണ്. നന്ദി, നമസ്കാരം. വീണ്ടും സന്ധിക്കും പറയും. വണക്കം.